ഇതാണ് ഒരു സിനിമയുടെ വിജയം എന്നൊക്കെ പറയുന്നത്. എത്രത്തോളം വിമർശിച്ചാലും എത്രത്തോളം നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിയാൽ പോലും ഒരു സിനിമ ചരിത്ര വിജയം സ്വന്തമാക്കുന്നത് അതിലെ കഥ കൊണ്ടും അതിലെ അഭിനേതാക്കളുടെ അഭിനയ മികവ് കൊണ്ടും പ്രേക്ഷകരുടെ സ്വീകാര്യത കൊണ്ടും തന്നെയാണ്. അങ്ങനെ ബോക്സ് ഓഫീസിൽ കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ് മാർക്കോ. ചിത്രം ഹിറ്റടിച്ച് മുന്നേറുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ പലപ്പോഴും കണ്ടത്. ഉണ്ണി മുകുന്ദന്റെ ചിത്രം ഇന്ത്യയൊട്ടാകെ ഏറ്റെടുത്തിരിക്കുന്ന കാഴ്ചയും അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് മാർക്കോ നിർമ്മിച്ചത്. ഹനീഫ് ഫത്തേനി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണിത്. മാർക്കോ ഒരു ഹൈ ഓക്ടെയിൻ ആക്ഷൻ പാക്കഡ് ക്രൈം ഡ്രാമയായി തിയേറ്ററുകൾ കീഴടക്കി മുന്നേറുന്ന കാഴ്ച തന്നെ നാം കണ്ടതാണ്. റെക്കോർഡ് പ്രീസെയിൽ കളക്ഷനുകളുടെ ഇന്ത്യയിൽ വലിയ തരംഗമായി മാറിയ ചിത്രമാണിത്. അതിന്റെ സാങ്കേതിക മികവ്, ശക്തമായ കഥപറച്ചിൽ രീതി, അഭിനേതാക്കളുടെ സമാനതകളില്ലാത്ത പ്രകടന മികവ് എന്നിവയെല്ലാം ഇതിന് പ്രശംസ നേടിക്കൊടുത്ത ഒന്നാണ്. തിയേറ്ററുകളിൽ 100 ദിനം പിന്നിട്ട ചിത്രം നേരത്തെ തന്നെ 100 കോടി ക്ലബിൽ അതിവേഗമാണ് കയറിപ്പറ്റിയത്. OTTയിലും ചിത്രം തരംഗമായിരുന്നു. മലയാളത്തിലും ഇതര ഭാഷകളിലും ഇതിനകം ആവേശമായി ആഞ്ഞടിച്ച ചിത്രം 100 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയതിനു ശേഷമാണ് ചിത്രം OTTയിലും പ്രദർശനം ആരംഭിച്ചത്. സോണി ലിവിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ചിത്രം ഏവരും ഏറ്റെടുത്ത കാഴ്ച അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും കന്നഡയിലും തിയേറ്റർ റിലീസിന് ഗംഭീര വരവേൽപ്പാണ് മാർക്കോയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം മാർക്കോ അങ്ങ് വിദേശത്തേക്കും പറക്കുകയാണ്. കൊറിയൻ ഫിലിം ഫെസ്റ്റിവലിലേക്കാണ് ഇനി മാർക്കോയുടെ യാത്ര. കൊറിയയിലെ പ്രശസ്തമായ ബുച്ചൻ ഇന്റർനാഷണൽ ഫാന്റാസ്റ്റിക് ഫിലിം ഫെസ്റ്റിവലിലാണ് മാർക്കോയുടെ ഇന്റർനാഷണൽ പ്രീമിയർ. മലയാള സിനിമ ലോക സിനിമയ്ക്ക് മുന്നിലേക്ക് അഭിമാനത്തോടെ പ്രദർശിപ്പിക്കാവുന്ന സിനിമയൊരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്. സംവിധാന മികവിലൂടെ മലയാള സിനിമയെ ഒരുപാട് ഉയരത്തിലേക്ക് എത്തിച്ചിരിക്കുക കൂടിയാണ് സംവിധായകൻ. ഒരു A സർട്ടിഫിക്കറ്റ് ചിത്രമായിട്ട് കൂടി വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത്. 5 ഭാഷകളിലായി റിലീസ് ചെയ്ത ചിത്രത്തിന് കയ്യടികൾ മാത്രമാണ് ലഭിച്ചത്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ആഗോള റിലീസായിരുന്നു ചിത്രം എത്തിയത്. വയലൻസും ആക്ഷനുമായിരുന്നു മാർക്കോ എന്ന സിനിമയെ മറ്റുള്ള സിനിമകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാക്കിയത്. ഇതിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടുവെങ്കിലും ചിത്രം വലിയൊരു ആരാധക വൃന്ദത്തെ തന്നെ സൃഷ്ടിച്ചു മുന്നേറി. ചിത്രത്തിന്റെ വിജയത്തിന് പിന്നാലെ 2ാം ഭാഗവും പ്രഖ്യാപിച്ചു. അതിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ് പുറത്തുവന്നത്. അതെ, മാർക്കോയുടെ തുടർച്ച ഉണ്ടാകില്ലെന്നാണ് കഴിഞ്ഞ ദിവസം ഉണ്ണി മുകുന്ദൻ തന്നെ വ്യക്തമാക്കിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.